ഇതൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. പോണത് വേറെ എവിടേക്കുമല്ല, മണലൂർക്കാണ്. എൻ്റെ അമ്മേരെ നാടാണ് മണലൂർ, കാഞ്ഞാണി ഭാഗം. ഈ പോണത് ശരിക്കും ഒരു നൊസ്റ്റുമാണ് കേട്ടോ. പണ്ടൊക്കെ ബസ്സിലാണ് നമ്മളിങ്ങനെ പോവുക അല്ലേ. അപ്പോൾ രണ്ട് സൈഡിലത്തും പാടം കാണുന്ന സമയത്ത് തല ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ നോക്കും. നമ്മുടെയൊക്കെ ദുബായ് ആയിരുന്നു കേട്ടോ ശരിക്കും ഇതൊക്കെ. ഈ വഴികളൊക്കെ കണ്ട എത്രയോ ചെറുപ്പത്തിൽ ഇങ്ങനെ വരും. ഇപ്പോൾ കാറിലാണ് മക്കൾ, ബൈക്കിൽ, നമ്മളൊക്കെ നടന്നിട്ടായിരുന്നു. വീടെത്തി ഇപ്പൊ വലിയമ്മ പുറത്ത് വന്ന് വാതിലോർക്കാൻ പോട്ടെ. അവര് വലിയമ്മ ബാങ്കിലായിരുന്നു ജോലി കേട്ടോ. ഇപ്പൊ ആള് റിട്ടയർഡായി. എന്താ പറയാ, വീട്ടില് വിശ്രമ ജീവിതമാണ്. അതുകൊണ്ട് എപ്പോഴും വലിയമ്മ ഉണ്ടാവും എന്നുള്ള ഒറ്റ ഇതിലാണ് ഞങ്ങൾ പോയത്. പിന്നെ ചേച്ചി വന്നിട്ടുണ്ട് വിഷുവായിട്ട്. മുത്തുതാ, ഇത് വലിയമ്മയുടെ മകനാണ്, ജോലിക്ക് പോവാണ് കേട്ടോ. അവന് ഡ്യൂട്ടി ഉണ്ട്. പിള്ളേർ കയറിയതും തുടങ്ങി കളി, ബഹളമായി. കുറേ നേരം വീടിന്റെ പുറത്ത് കളിച്ചു. പിന്നെ ഉള്ളിലോട്ട് കയറി കളിട്ടാ. കളിമയാണ് അവിടെ. വല്യമ്മ ഇവിടെ തിരക്ക് പിടിച്ച പണിയാണ് കേട്ടാ. ഇതാ മീൻ കറി, സാമ്പാർ, ചിക്കൻ ഫ്രൈ, ചക്ക കക്ക കക്ക കക്കിറച്ചി. എന്താ തിരക്ക് പിടിച്ചിട്ട് കിടന്ന് വേപ്പറാളാണ് ഇവിടെ. രണ്ട് സൈസ് കക്കയാണ് കേട്ടോ. വലിയ കക്കയുണ്ട് ഇവിടെ, ചെറിയ കക്കയും കിട്ടും. ഇതില് വലുതല്ലേ വലിയ റോസ്റ്റ് ചെയ്യണേ. വലുത് കറി, ചെറുത് റോസ്റ്റ്. ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കയുടെ സുലഭമായ കക്കനെ കിട്ടുന്ന ഏരിയയാണ് അല്ലെ വലിയ. ഈ സമയത്ത് ഇപ്പൊ കക്ക വരുന്ന സമയ. ഗോൾഡ് ചീട്ട് അല്ല, യൂറോപ്യൻ ഡോളേഴ്സ്. യൂറോപ്യൻ ഡോളർ ഒരു ഇടത് കൈയിലെ വെട്ടി ചീട്ടിട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇടത് കൈയനായ ഉണ്ടാണ് കളിയൊക്കെ കഴിഞ്ഞ് ഊണിൻ്റെ സമയമായിട്ടാ. വലിയമ്മ ഇത്രയും ഐറ്റംസ് പിടുപിടുപിടുന്ന ഉണ്ടാക്കിയേട്ടാ. കക്ക ഫ്രൈ, കക്ക മീൻകറി, വലിയ കക്ക മീൻകറി വെച്ചിട്ട്. മീൻകറി അങ്ങനെ ദിവസം കഴിച്ചിട്ടില്ല, മാങ്ങ കൂട്ടിയിട്ട്. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ കക്ക ഫ്രൈ, എന്താ ചിക്കൻ്റെ ലെഗ് പീസ് ഫ്രൈ, ചിക്കൻ കറി, സാമ്പാർ, അങ്ങനെ എന്തൊക്കെയോ വലിയമ്മയുടെ വക. വല്യമ്മയാണ് കേട്ടോ ഇവരിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത്. ആളെപ്പോഴും ചില്ലെന്നാണ് കണ്ട. വേഗം പോയി എല്ലാ പണിയും കഴിഞ്ഞു, കുളി കഴിഞ്ഞു, ഇതാ വിളമ്പാൻ നിൽക്കുകയാണ്. ഭയങ്കര ആക്റ്റീവാണ് വല്യമ്മ കേട്ടോ. വല്യമ്മയുടെ സത്യം പറഞ്ഞാൽ ആക്റ്റീവ് കണ്ടാണ്ടല്ലോ നമുക്ക് ആ ഒരു ഇപ്പോഴും ആ ഒരു സ്പിരിറ്റ് കാണുമ്പോഴല്ലോ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരും കേട്ടോ. വല്യമ്മയ്ക്ക് നിറയെ മുടിയാണ് കേട്ടോ. ഈ പ്രായത്തിലും അവസാനം ആൾ മുടി അഴിച്ചിടുന്ന ഭാഗമുണ്ട്, പക്ഷെ ഞാനത് എടുത്തില്ല. വല്യമ്മേരെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു അവരുടെ തന്നെ റിലേറ്റീവിൻ്റെയാണ്. അവരുടെ വീട്ടിലൊരു തത്തയാണ് കേട്ടോ. അത് ആ തത്ത നന്നായി സംസാരിക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിട്ടുകൊടുക്കാറുണ്ട്, ഞങ്ങളൊപ്പം നിന്ന് സംസാരിച്ചു. മൂന്നരയായപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കിവിടെ അടുത്തൊരു ഇപ്പോൾ ഒരു കൊട്ടവഞ്ചിയൊക്കെ വെച്ച് തുടങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാ. ഞങ്ങൾ ഓട്ടോയിൽ, പിന്നെ ചേച്ചിക്ക് ടൂ വീലറിനായിട്ട് ഞങ്ങൾ വന്നു ആ പാർക്കിലേക്ക്. എനിക്ക് പേടിയാ. ഞാൻ ഒരു പ്രാവശ്യം വൈകുന്നേരത്തിലൊക്കെ മാത്രമേ ഇങ്ങനെ പടപട അടിച്ച്. ഇവിടെ അല്ല, 4 മണിക്കാറ്റിൽ വീട്ടിൽ
ഞങ്ങൾ വന്നത് പെഡൽ ബോട്ടിനാണെങ്കിൽ ഇവർ വന്നത് അതിനായിട്ടാ. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പാർക്കിൽ. ഇവിടെ ഉണ്ടോ കയാക്കിംഗ് 100 rupees, പെഡൽ ബോട്ട് 4 seated 300 ഫോർ 30 minutes, പെഡൽ ബോട്ട് 2 seater 200, പിന്നെ കൺട്രി ബോട്ട് ഉണ്ട്. അങ്ങനെ എല്ലാവിധ പരിപാടിയുണ്ട്. കൺട്രി ബോട്ട് എന്ന് ഉദ്ദേശിച്ച് വഞ്ചി കേട്ടോ. ആ അറ്റം വരെ ഒരു പാലമുണ്ട്, ആ പാലം വരെ കൺട്രി ബോട്ടിൽ കൊണ്ടുപോകും നമ്മളേട്ടാ. അപ്പോൾ ഇത് വരുന്നത്, ഇതിൻ്റെ സ്ഥലം വരുന്നത് മണലൂരിൽ നിന്ന് കുറച്ച്. അപ്പോൾ ഇതാണ് ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. പിന്നെ അവിടെ ഒരു പാലമുണ്ട്, ആ പാലം വരെയൊക്കെ പോവും. 30 മിനിറ്റാണ് കേട്ടോ സമയം. 4 പേർക്ക് പെഡൽ ബോട്ടിലൊക്കെ കയറാം. ഈ പാർക്കിൻ്റെ തണലെന്ന് പറയുന്നത് ഫുള്ളി മരങ്ങളാണ് കേട്ടോ. നിറയെ മരങ്ങളാണ്, വലിയ വലിയ മരങ്ങൾ, മധുരാശി മരങ്ങളാണ് ഫുള്ള്. നല്ല തണലാണ് കേട്ടോ. ലൈഫ് ജാക്കറ്റും അങ്ങനെയൊക്കെയുള്ള ഫുൾ സെക്യൂരിറ്റി ആയിട്ടാണ് കേട്ടോ പരിപാടിയൊക്കെ. അതൊരു ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടാ ബോട്ടിൽ കയറി യാത്ര ചെയ്യാൻ. ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് എന്തോ വലിയ കാര്യത്തിന് പോകാമെന്ന് പറഞ്ഞ പോലെ കയറി. പക്ഷെ വലിയൊരു കാര്യമായിരുന്നു അത്. ചവിട്ടി 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 ഞങ്ങളുടെ പെഡൽ ബോട്ട് ചവിട്ടി പെഡൽ ഉളുക്കി. ഞങ്ങൾ അങ്ങനെ ഊട്ടി എത്തി. ഊട്ടിയിൽ എന്താ പറയാ കയാക്കിങ് ചെയ്തോണ്ടിരിക്കുകയല്ലേ പെഡൽ ബോട്ടില് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കാണണം കൂടി ലൈഫ് ജാക്കറ്റ് മറിഞ്ഞിട്ട് നോക്ക് ഞാനിരിക്കണേ. തെങ്ങ് കാണുമ്പോ ഊട്ടിയല്ലാന്ന് മനസ്സിലായി. ഞങ്ങൾ ചവിട്ടി പകുതി ഏൽപ്പിക്കുന്ന മുത്തും ടീമൊക്കെ വരാട്ടാ. സാധാരണ കയ്യോണ്ടോ കാലോണ്ടൊക്കെ തുഴയും, പങ്കായം കൊണ്ടും തുഴയും. ഓല കൊണ്ട് തുഴഞ്ഞ് വരുന്ന ടീമാണ് കേട്ടത്. ഓല കൊണ്ട് തുഴഞ്ഞ് വരിക. അവൻ വേഗം ഡ്യൂട്ടി കഴിഞ്ഞ് സ്പീഡിൽ വന്നു കേട്ടാ. വന്നത് അവര് ഒരു ബോട്ടിൽ 4 പേര്, ഞങ്ങള് 4 പേര് വേറെ ബോട്ടിൽ. ഞങ്ങൾ ചവിട്ടണം കണ്ടിട്ട് അമ്മൂനും ദേവനും ചവിട്ടണം പാപ്പായെ എന്നാ പിന്നെ ചവിട്ടിക്കോളാൻ പറഞ്ഞ് വിട്ടുകൊടുത്തു. 2 പേരും കുറേ നേരം ഇരുന്ന് ചവിട്ടി, കിടന്ന് ചവിട്ടി, അവസാനം കൈകൊണ്ടും ചവിട്ടി. എന്നിട്ടും ബോട്ട് പോണ്ട വഴിയില്ലേ കണ്ട. ഭയങ്കര കൈയും കാലൊക്കെ കുത്തി ചവിട്ടിലായിരുന്നു. അപ്പൊ പറയണ അപ്പുറത്തുള്ള ചേച്ചിയുടെ മോനുണ്ട്, അവനും ഇവരും അവൻ ചവിട്ടണ നോക്കി. അപ്പൊ ഞങ്ങള് പറയണ്ട അവന് നല്ല ആരോഗ്യമുണ്ട്, ഇവർ 2 പേരും ചവിട്ടിട്ട് വണ്ടി നീങ്ങണേ ഇല്ല. കൈ കൊണ്ട് ചവിട്ടുന്നവരിട്ടോ ചവിട്ട്. ഞങ്ങൾ എന്തായാലും എല്ലാവരും അടിച്ചു പൊളിച്ചുട്ടാ. ശരിക്കും 1/2 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഒരു 3/4 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഞങ്ങളൊരു 3/4 മണിക്കൂർ എടുത്തിട്ടും ആ ചേട്ടൻ ഒന്നും ഞങ്ങളെ പറഞ്ഞില്ലേ. ആ ചേട്ടൻ പറയണേ കാല് കഴിക്കുമ്പോൾ അങ്ങനെ നിർത്തുക, നിങ്ങൾ നേരം ഇത്തിരി വൈകിയാലൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് എന്തായാലും ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ചേട്ടൻ. ഇനി എന്തായാലും അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി നമുക്ക് തോന്നൂട്ടാ. എവിടെ അതവിടെ
ഞങ്ങൾ രാവിലെ വന്നതിൻ്റെ കുശുമ്പിൽ മാളും ടീമും വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടാ. ഞങ്ങൾ എന്നിട്ട് വേഗം പോരാന്ന് വിചാരിച്ചപ്പോൾ ഇവർ വന്ന് അവിടെ ഞങ്ങളിപ്പോൾ എത്തിയിട്ടല്ലോ എന്നും പറഞ്ഞ് ചായ കുടിയും പിന്നെ എല്ലാവരും കൂടി പിന്നെ ഭക്ഷണം കഴിച്ചു. പിന്നെ അവർ രാവിലെ ഇല്ലാത്തതുകൊണ്ട് മുത്തു വന്നിട്ട് കുറച്ച് നേരം അവിടെ എല്ലാവരും കൂടി കൂടിയിരുന്നു. രാത്രി കണ്ടോ എത്ര മണിയായിരുന്നു? 10:30 ആവാറായി. 10:30 ആകുമ്പോഴാണ് ഞങ്ങൾ പോകുന്നത്. എന്നിട്ടും അവരുടെ കളി കഴിഞ്ഞില്ല. അവസാനത്തെ കലോശക്കൊട്ട് എന്ന് പറഞ്ഞിട്ട് ഒക്കെ കൂടിയുള്ള ഡാൻസാണ് കേട്ടോ, പാട്ട് വെച്ച്. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഇന്നത്തെ ദിവസം എന്തെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയുള്ള കുറച്ച് ഫോട്ടോസും ആ ഒരു സന്തോഷകരമായിട്ടുള്ള ഞങ്ങളുടെ നിമിഷങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, എല്ലാവരും പോകണം കേട്ടോ. അത്ര നല്ലൊരു സ്ഥലമായിരുന്നു അതിട്ട്. ചെറിയൊരു സ്ഥലമാണെങ്കിലും ഒരു ദിവസത്തൊക്കെ നമുക്ക് സന്തോഷം പങ്കിടാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.